ഇന്നത്തെ മലയാള ദിനപത്രങ്ങൾ എന്ന് വെച്ചാൽ 2026 മാർച്ച് 17 ചൊവ്വാഴ്ചയിലെ മലയാള ദിനപത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നാം പേജിൽ വലിയ വാർത്തയുണ്ട്. മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് മലയാള മനോരമ ആദ്യം നോക്കാം. ഒന്നാം പേജ് CPM പയ്യന്നൂരിന് പിന്നാലെ തളിപ്പറമ്പിലും പൊട്ടിത്തെറി. അതിനുശേഷം കൊടുക്കുകയാണ് കണ്ണൂർ കലാപം എന്നാണ് കൊടുത്തിരിക്കുന്നത്. CPM-നകത്ത് വലിയ കലാപമാണ് കണ്ണൂരിൽ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടി വിട്ടു. തളിപ്പറമ്പിൽ ശ്യാമളയ്ക്കെതിരെ മത്സരിക്കും. രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് ആരോപിച്ച് V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ മത്സരിക്കും തുടങ്ങിയ വാർത്തകൾ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. സമാനമായ വാർത്തകൾ അകത്തെ പേജിലും നൽകിയിട്ടുണ്ട്. കൊട്ടാര വിപ്ലവം ഞെട്ടി CPM. കണ്ണൂരിൽ CPM നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി എന്നാണ് വാർത്ത നൽകിയിരിക്കുന്നത്. MV രാഘവൻ പാർട്ടി വിട്ടപ്പോൾ ഉണ്ടായ പ്രതിസന്ധിയെക്കാളും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ കണ്ണൂരിലെ CPM നേരിടുന്നത് എന്നാണ് മലയാള മനോരമ പറയുന്നത്. ശ്യാമളയ്ക്കെതിരെ കുപ്രചാരണങ്ങൾ P ജയരാജൻ, അതോടൊപ്പം തന്നെ MV ജയരാജൻ തുടങ്ങിയ നേതാക്കളുടെ പ്രതികരണവും കൂടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു പേജ് കൂടി മറിക്കുമ്പോൾ കണ്ണൂരിലെ CPM-നകത്ത് നടക്കുന്ന ഈ വിമത നീക്കത്തെ വൻ പ്രാധാന്യത്തോടുകൂടി, അമിത പ്രാധാന്യത്തോടുകൂടിയാണ് മലയാള മനോരമ നൽകിയിരിക്കുന്നത്. ഇടത് കോട്ടകളിൽ മത്സരത്തിന് CPM, CPI വിമതർ, സർവതന്ത്ര സ്വതന്ത്രർ എന്ന് പറഞ്ഞുകൊണ്ട് LDF-നകത്ത് തന്നെ വലിയ ഭിന്നതയാണ് ഉള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വിചാരണക്കൂട്ടിൽ CPM നേതൃത്വം, സ്ഫോടനങ്ങൾ വേറെയും ഉണ്ടാകുമോ എന്ന് ആദി എന്ന വലിയ വാർത്തയും കൂടി കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ. ഇനി മാതൃഭൂമിയിലേക്ക് വന്നാലും സമാനമായ സ്ഥിതി തന്നെയാണ്. ഒന്നാം പേജിൽ വമ്പൻ വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമി ചുവപ്പ് കോട്ടയിൽ വിള്ളൽ, പൊട്ടിത്തെറി. MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടി വിട്ടു എന്ന വൻ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ മണ്ഡലത്തിലും എന്തൊക്കെ നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട്. TK ഗോവിന്ദനെ UDF പിന്തുണച്ചേക്കും. തളിപ്പറമ്പിൽ, പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ, പയ്യന്നൂരിൽ സ്വതന്ത്രൻ, UDF പിന്തുണക്കാൻ സാധ്യത. നെന്മാറയിൽ K ബാബുവിനും അസംതൃപ്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPI-യിൽ നിന്ന് CC മുകുന്ദൻ പുറത്തുപോയി BJP സ്ഥാനാർത്ഥിയായത് കൂടി കൊടുത്തുകൊണ്ട് നാട്ടികയിൽ CC മുകുന്ദൻ BJP-യിൽ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അകത്തെ പേജിലും വൻ വാർത്തകളാണ് നൽകിയിരിക്കുന്നത്. പാർട്ടിയിൽ അരുതാത്തത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് TK ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഫുൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി അകത്തെ പേജിലും. സമാനമായ രീതിയിൽ തന്നെയാണ് ദൃശ്യമാധ്യമങ്ങളിലും കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ. TK ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം മുഴുവൻ ലൈവ് സംപ്രേഷണം ചെയ്തു ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ. അതോടൊപ്പം തന്നെ അന്തിച്ചർച്ചയും നടത്തി. കണ്ണൂർ ജില്ലയിൽ അസാധാരണമായ പ്രതിസന്ധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത കാലത്ത് CPM നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് TK ഗോവിന്ദൻ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി വിട്ട് തളിപ്പറമ്പിൽ വിമത സ്ഥാനാർത്ഥിയാകുന്നത് എന്ന കാര്യത്തിൽ സംശയമേയില്ല. സമാന രീതിയിൽ അമ്പലപ്പുഴയിൽ G സുധാകരൻ ഉയർത്തിയ ഭീഷണിയുമുണ്ട്. എന്നാൽ UDF-ൽ എല്ലാം ഭദ്രമാണോ? UDF-ൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത വന്നിട്ടുണ്ടോ? KPCC-യുടെ ജനറൽ സെക്രട്ടറിയാണ്. TK ഗോവിന്ദനേക്കാളും ചെറുതാണോ വലുതാണോ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും KPCC ജനറൽ സെക്രട്ടറിയും ഒരേപോലെയാണോ? ഏതാണ് വലുത് എന്നൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. KPCC-യുടെ ജനറൽ സെക്രട്ടറി MJ ജോബ് ആലപ്പുഴയിലെ മുതിർന്ന നേതാവാണ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. താൻ അനുഭവിച്ച പീഡനങ്ങൾ, തന്നെ അവഗണിച്ച കോൺഗ്രസ് നേതൃത്വം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് MJ ജോബ് രാജിവെച്ച് പോകുന്നത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിൽ അതേക്കുറിച്ച് ഒന്നാം പേജിൽ വാർത്തയില്ല, അകത്തെ പേജിൽ വാർത്തയില്ല, എവിടെയും നാം കണ്ടിട്ടേയില്ല. G സുധാകരന് UDF പിന്തുണ നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത്. പക്ഷേ വാർത്ത നൽകിയിട്ടില്ല. പത്തനംതിട്ടയിൽ DCC ജനറൽ സെക്രട്ടറി ബാബു ദിവാകരൻ രാജിവെച്ച് BJP-യിൽ ചേർന്നു. സ്ഥാനാർത്ഥിത്വം നൽകാത്തതിൽ പ്രതിഷേധിച്ച് അടൂർ മണ്ഡലത്തിൽ ഒരു വാർത്തയും നാം എവിടെയും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഒരു അതിചർച്ചയും നടത്തിയിട്ടില്ല. ഒന്നാം പേജിൽ ഒരു കോളം വാർത്ത പോലും നൽകിയിട്ടില്ല. തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ പോസ്റ്റർ പ്രചാരണം, അതേപോലെ തിരുവനന്തപുരത്ത് തമ്മിലടി, ചിറയൻകീഴിൽ രമ്യ ഹരിദാസിൻ്റെയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെയും കോലം കത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ. ദൃശ്യങ്ങൾ, വാർത്തകൾ പ്രേക്ഷകർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവോ? നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിലുണ്ട്. പ്രമുഖ മാധ്യമങ്ങളിൽ എവിടെയും കണ്ടിട്ടുണ്ടാകില്ല. എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ കൃത്യം അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നു.
തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF-ന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ശബ്ദിക്കുന്ന തെളിവുകളായി മാറിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ CPM-നെതിരെ എതിരാളികൾ വലിയ നീക്കം നടത്തിയാൽ അത് CPM അത്ര ഗൗരവത്തോടെ കാണില്ല. പ്രത്യേകിച്ച് പ്രവർത്തകർ അത് സാധാരണ നടക്കുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് അവഗണിക്കും. എന്നാൽ CPM-നകത്ത് നിന്ന് CPM-നെതിരെ ഇത്തരം വിമത നീക്കങ്ങൾ, വിഭാഗീയത നീക്കങ്ങൾ, വർഗവഞ്ചകർ, CPM-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ വർഗവഞ്ചകർ രൂപപ്പെട്ടു വരുമ്പോൾ വലിയ പ്രതിരോധം CPM നടത്തും. അത് ഒറ്റക്കെട്ടായി ഒരു ശരീരം പോലെ CPM ഉയർന്നു നിന്നുകൊണ്ടായിരിക്കും നടത്തുക. മുകളിലെ നേതാക്കന്മാർ മുതൽ താഴെത്തട്ടിലെ സാധാരണ അനുഭാവികൾ വരെ, പ്രവർത്തകർ വരെ ഒന്നിച്ച് അണിനിരന്ന് ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കുന്ന കാഴ്ച നാം കണ്ടതാണ്. MV രാഘവൻ പാർട്ടി വിട്ടപ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ നാം കണ്ടതുമാണ്. എന്ന് വെച്ചാൽ CPM കൂടുതൽ ഊർജ്ജസ്വലതയോടെ രംഗത്ത് വരാൻ പോകുന്നു ഈ സംഭവങ്ങൾ കണ്ണൂരിൽ എന്നതാണ് CPM-നെ സംബന്ധിച്ച് വലിയ നേട്ടമായി മാറുക. ഇത്തവണ CPM-ന് ചെറിയ തിരിച്ചടികളൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു കണ്ണൂരിൽ. എന്നാൽ ഇതെല്ലാം മറികടക്കുന്ന രൂപത്തിൽ CPM പ്രവർത്തകർ, അണികൾ ഒന്നടങ്കം ഒന്നിച്ച് രംഗത്തിറങ്ങുന്ന കാഴ്ച CPM-നെ രക്ഷിക്കാൻ, LDF-നെ രക്ഷിക്കാൻ അതായിരിക്കും വരും ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക.